പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ കിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പുത്തൻ പ്രതീക്ഷകളും മഞ്ഞിന്റെ സ്നേഹക്കുളിരുമേകിക്കൊണ്ട് ദാ വീണ്ടും ഒരു ക്രിസ്മസ് വരികയാണ്. കാലിത്തൊഴുത്തിൽ ഭൂജാതനായ ഉണ്ണി യേശുവിനെ നമുക്കുള്ളിൽ സ്നേഹത്തോടെ ചേർക്കാം. സ്വർഗവും ഭൂമിയും കാത്തിരുന്ന മഹനീയ ദിനം ബെത്ലഹേമിൽ, അതും മഞ്ഞു പെയ്യുന്ന ബെത്ലഹേമിൽ പിള്ളക്കച്ചയ്ക്കുള്ളിൽ നമ്മുടെ ഉണ്ണി യേശു പിറന്നു. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ സത്വാർത്തയുമായി ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ദാ MSTയുടെ പ്രേഷിത വാഹിനി സമ്മാനങ്ങളും പാർട്ടിസിപ്പൻസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. MSTയുടെ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ്. നമ്മുടെ ഓഡിയൻസും എല്ലാവരും പാർട്ടിസിപ്പൻസിനെ കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. തങ്കു, ലാഗ് അടുപ്പിക്കണോ? അതിന്റെ ആവശ്യമില്ല. നമുക്കിവിടെയുള്ള നമ്മുടെ 3 പാർട്ടിസിപ്പൻസ് ആണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ക്ഷണിക്കാം. നിങ്ങളെല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ വീട്ടില്? അപ്പോ ഈ ഒരു നിമിഷത്തില് നമുക്ക് വേണ്ടി ആശംസ അറിയിച്ച് സംസാരിക്കുവാനായി എത്തുന്നത് പാലക്കാട് രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജിജോ ചാലക്കലാണ്. അച്ഛനേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും പാലക്കാട് രൂപത CML സംഘടനയും സംയുക്തമായി നടത്തുന്ന ഈ ക്വിസ്റ്റൈൻമെന്റ് പ്രോഗ്രാമിന് ആദ്യമേ തന്നെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹവും നേരുന്നു. അടുത്ത ആഴ്ച നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ലോകത്തിൻ്റെ ഒരു വലിയ സന്തോഷത്തിൻ്റെ സുദിനമാണ്. അതൊരു സംഗമത്തിൻ്റെ തിരുനാളാണ്. ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന, മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സുന്ദര സുദിനം. അത് ഒരു കാത്തിരിപ്പിനെ വിരാമമിട്ട ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയുടെ ഒരു സംഭവമാണ്. ആദിമ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിലെ ദൈവവുമായിട്ടുണ്ടായിരുന്ന ആ സൗഹൃദം നഷ്ടപ്പെട്ട ദൈവവും മനുഷ്യനും ഒരുപോലെ ദുഃഖിതരായിരുന്നു. ആ നഷ്ടപ്പെട്ട സൗഹൃദത്തെ വീണ്ടെടുത്തത്, പുനർജീവിപ്പിച്ചത്, വീണ്ടും യാഥാർത്ഥ്യമാക്കിയത് ഈ സുന്ദര സുദിന ക്രിസ്മസിലാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് നാളിൽ യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ അത് പുൽക്കൂട്ടിൽ മാത്രമായി നിൽക്കാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ജനിക്കണം, ജനിച്ചിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ ക്രിസ്മസ് നമ്മുടേതല്ല, ക്രിസ്മസ് ക്രൈസ്തവൻ്റേതല്ല. ദൈവം എല്ലാവർക്കും എല്ലാമായി തീർന്ന ഈ വലിയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ
വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്കേവർക്കും ആത്മാർത്ഥമായിട്ട് നേരുന്നു. ഒപ്പം തന്നെ മിടുക്കികളായ ഈ പാർട്ടിസിപ്പൻസിനും എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉണ്ണിയേശു പിറന്നത് ബെത്ലഹേമിലല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണെന്ന ബോധ്യം നമുക്ക് പകർന്നു തന്ന നമ്മുടെ അച്ഛന് നല്ലൊരു കൈയടിയോടെ നമുക്ക് നന്ദി രേഖപ്പെടുത്താം. അപ്പൊ അടുത്തതായിട്ട് പ്രേക്ഷിത വാഹനിൽ ആരാണ് കയറാൻ പോകുന്നത് എന്ന് നിശ്ചയിക്കുന്ന ഗെയിം ഞങ്ങൾ പറഞ്ഞു തരാം. ഗെയിം ഇതാണ്. ഒരു വചനം പറയും, അപ്പോ അത് ബൈബിളിലെ ഏത് ഭാഗത്ത് നിന്നാണ് എന്ന് പറയണം. മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ആദ്യം ആർക്കാണോ മനസ്സിലായത് അയാള് കൈ പൊക്കണം, എന്നാലാണ് പ്രേക്ഷിത വാഹനിൽ കയറാൻ പറ്റൂ. അപ്പൊ വചനം ഇതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കിട്ടിയോ? കിട്ടി. ഏതാണ് ആൻസർ? ലൂക്ക 2:14. ശരിയാണോ ഉത്തരം? അവർക്ക് സംശയമുണ്ട്, അതാണ് അവർ കൈയടിക്കാത്തത് അല്ലേ? ചെറിയ സംശയമില്ലേ ചേച്ചി? ബൈബിളൊക്കെ അറിയാമോ? കറക്റ്റ് ആണോ? തെറ്റിപ്പോയാ നീ നാണം കെടൂട്ടാ. ലിഖിത ശ്രദ്ധിച്ചു, ഇവിടെ കുഞ്ഞു മക്കൾക്ക് ബൈബിളിലെ വചനങ്ങളൊക്കെ അറിയാം, കൃത്യം എവിടെയാണ് എന്താണ്. അതിന് ഞാൻ കറക്റ്റ് ആയിട്ട് അല്ലെ നമ്മൾ പറയേണ്ടത് ആൻസർ കറക്റ്റ് ആർന്നോ അല്ലയോ എന്ന്. അത് ശരിയാണ്, ആൻസർ കറക്റ്റ് ആണ്. ലൂക്ക 2:14. അപ്പോ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നത് ലെനയാണ്. ബാക്കി 2 പേർക്കും സീറ്റിലേക്ക് മടങ്ങാം. നിങ്ങൾക്കുള്ള അടുത്ത ഗെയിമുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പൊ നിലവിൽ നമുക്ക് ലെന എന്ന പേരും ഇടവകയും മാത്രമല്ലേ അറിയൂ. നമുക്കതുകൊണ്ട് ലെനയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചെറിയൊരു പ്രൊഫൈലുണ്ട്, നമുക്കിതെല്ലാവർക്കും കാണാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഹായ്, ഞാൻ ലേന ജോസഫ്. ഞാനൊരു ഇരുമ്പുകച്ചവടക്കാരിയാണ്. എൻ്റെ വീട്ടില് പപ്പ, അമ്മ, ചേച്ചി, ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. ഞാൻ എറണാകുളത്തുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കുസാറ്റിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെ BCom LLB 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ദൈവാരാധനയുടെയും സ്തുതിപ്പിന്റെയൊക്കെ പാട്ടുകൾ കേൾക്കാനും പാട്ടുകൾ പാടാനും ഒരുപാട് ഇഷ്ടമുണ്ട്. പാലക്കാട് ജില്ലയിലുള്ള കാഞ്ഞിരപ്പുഴ ഫൊറോനയിലെ ഇരുമ്പുകച്ചോല എന്ന സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇരുമ്പുകച്ചോല പള്ളിയിലെ ഇടവകാംഗമാണ്. പള്ളിയിലെ ഗായക സംഘത്തില് പാടി തുടങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ കേൾക്കാനും പാട്ടുകൾ ആസ്വദിക്കാനും തുടങ്ങിയത്. ഞാൻ അതുപോലെ തന്നെ പാലക്കാട് രൂപതയുടെ സ്റ്റാർസ് കുടുംബത്തിലെ 5th ബാച്ചിലെ ഒരു അംഗം കൂടിയാണ്. അപ്പൊ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന എന്ത് കഴിവുകളാണെങ്കിലും, അതിപ്പോ പാടാനുള്ള കഴിവാണെങ്കിലും, ഡാൻസ് കളിക്കാനുള്ളതാണെങ്കിലും, പ്രസംഗിക്കാനുള്ളതെങ്കിലും, അഭിനയിക്കാനാണെങ്കിലും, കർത്താവ് തന്ന എന്നിലുള്ള എല്ലാ ചെറിയ കഴിവുകളും അതെല്ലാം കർത്താവ് തന്ന താലന്തുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെയൊക്കെ ഒരുപാട് വളർത്താനും അതെല്ലാം കർത്താവിന് വേണ്ടി യൂസ് ചെയ്യാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൈകളാവാനും ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് ഇനിയും ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. ലെനയുടെ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എനിക്കൊരു കാര്യം മനസ്സിലായി. ലെന ഒരു ചെറിയ പാട്ടുകാരിയാണ്. പാട്ടൊക്കെ പാടോ? ചെറുതായിട്ട്. പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ചെറുതായിട്ടാ? വലിയ സ്റ്റുഡിയോയിലൊക്കെ പാട്ട് പാടുന്ന കണ്ടല്ലോ, അതാണോ ചെറുത്? അപ്പൊ നല്ലൊരു പാട്ടുകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു 2 വരി പാടാം. എന്നില്ലലിഞ്ഞു നീ ഞാനായി തീരും പോൽ, നിന്നില്ലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ, എത്ര നാളായി കൊതിച്ചിടുന്നു നാദാ, എന്നെ നീയാക്കി മാറ്റിടേണമേ, എൻ്റെ ഈശോയേ
വരെയും എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. അപ്പൊ പാട്ടൊക്കെ കേട്ടിങ്ങനെ നിന്നാ മതിയോ? പോരാ, നമ്മുടെ ക്വിസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയണോ? പ്രതീക്ഷിത വാഹനമായിട്ട് കയറിക്കോളൂ. നമ്മൾ ലെനയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് റൗണ്ട് തുടങ്ങിയാലോ? തുടങ്ങാം. 4 റൗണ്ടാണ് നമുക്കുള്ളത്. 4 റൗണ്ട്സും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും എല്ലാം പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ മദർ തെരേസ. ആരെയാണ് ലെനക്കിഷ്ടം? അൽഫോൻസാമ. രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പൊ വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചിട്ടുള്ള ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: അൽഫോൻസാമ പുണ്യവതിയാണെന്ന് പ്രസിദ്ധിപ്പെടുത്തിയത് ആരാണ്? കുട്ടികള്. കറക്റ്റ് ആണോ എന്ന് നോക്കിയാലോ? ആൻസർ കറക്റ്റ് ആണ്, കുട്ടികൾ. അപ്പൊ ഈ റൗണ്ടില് എത്ര ചോദ്യങ്ങളുണ്ട്? ഒരു ചോദ്യം. ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചോദ്യം ഉള്ളൂ ഈ റൗണ്ടില്. ആ ചോദ്യം കറക്റ്റ് ആക്കി സമ്മാനം നേടിയിരിക്കുകയാണ്. സമ്മാനം ഞങ്ങൾ തരയാണ്. മൂന്ന് റൗണ്ടുകളാണ് ഇനി ബാക്കിയുള്ളത്. ഈ 3 റൗണ്ടിൽ ഏതാണ് ലെന അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? ജെറീക്കോ. ജെറീക്കോ റൗണ്ട് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ റൗണ്ട് ആണ്. സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ വേണം നോക്കാൻ. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. എന്തെങ്കിലും കുറിച്ചു വെക്കാനുണ്ടെങ്കിൽ സൈഡിൽ ഒരു നോട്ട് പാഡും പേനയും ഉണ്ട്. ലെന റെഡിയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തം പ്രേക്ഷിതർക്ക് നിരന്തരം എത്തിച്ചേരാൻ സാധിക്കാത്തതിനാൽ ഓരോ ഗ്രാമത്തിലും പ്രാർത്ഥനയ്ക്കും മറ്റ് നേതൃത്വം നൽകുന്നതിനും ജനങ്ങളെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി അതാത് ഗ്രാമങ്ങളിൽ നിന്നും വിശ്വാസ പരിശീലകരെ തിരഞ്ഞെടുത്ത് സഭാ പാരമ്പര്യത്തിലും പ്രാർത്ഥനാ രീതികളിലും പ്രത്യേക പരിശീലനം നൽകി ഗ്രാമങ്ങൾ തോറും നിയോഗിക്കുന്നു. വീഡിയോ കണ്ട് നോട്ട്സ് ഒക്കെ എഴുതി ആൻസർ പറയാൻ റെഡിയാണോ ലെന? റെഡിയാണ്. ലെന റെഡി ആണെങ്കിൽ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. ആ ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: പ്രതികൂല സാഹചര്യം മൂലം പ്രേക്ഷിതർക്ക് നിരന്തരം എത്തിച്ചേരാൻ സാധിക്കാത്ത ഇടങ്ങളിൽ ആരെയാണ് നിയമിച്ചയക്കുന്നത്? അവരെ കാറ്റഗിസ്റ്റ് എന്നാണ് പറയുന്നത്. അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അവരുടെ തന്നെ സമൂഹത്തിൽ നിന്ന് വിശ്വാസത്തിൽ കുറച്ച് അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് നൽകി. അവരെ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കിയാലോ? ചെക്ക് ചെയ്യാം. വിശ്വാസ പരിശീലകർ അഥവാ കാറ്റഗിസ്റ്റ്. ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഈ റൗണ്ടിലും ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യവും കറക്റ്റ് ആക്കി സമ്മാനം നേടിയിരിക്കുകയാണ് തങ്കു. ആ സമ്മാനം കൊടുത്തേക്ക്. ലെനെ, ഇത്രയും നേരം 2 സമ്മാനങ്ങൾ വാങ്ങിച്ചില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഓഡിയൻസിന് സമ്മാനങ്ങൾ കൊടുക്കാനുള്ള ചോദ്യം ആയാലോ? കൊടുക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യം ഇതാണ്: ആരാണ് കാഞ്ഞിരപ്പുഴ ഇടവകയെ ഫൊറോന ദേവാലയമായി ഉയർത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ആരാണ് കാഞ്ഞിരപ്പുഴ ഇടവകയെ ഫൊറോനയായി ഉയർത്തിയത്? ആർക്കും അറിയില്ലേ? അതെ, വാ മോളെ, ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൈ ഉയർത്തിയേക്കുന്നത്. നല്ലൊരു കൈഡി കൊടുത്തേ. മാർ ജോസഫ് ഇരുമ്പൻ പിതാവ്. കറക്റ്റ് ആണ് ആൻസർ. അഭിമന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ്. സന്തോഷായില്ലേ? പോവല്ലേ? സമ്മാനം വേണ്ടല്ലോ? വേണം.
വേണം. നമ്മളായിട്ടിന് വിഷമിപ്പിക്കണ്ട അല്ലേ? വേണ്ട, ആ സമ്മാനം കൊടുത്തേക്ക്. ഇനി ബാക്കിയുള്ളത് 2 റൗണ്ടുകളാണ്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാകും. ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യനും. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായി സന്ദർശനം നടത്തിയ മാർപ്പാപ്പ. ഓപ്ഷൻ: ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഫ്രാൻസിസ് പാപ്പ, പോൾ ആറാമൻ പാപ്പ, ബെനഡിക്ട് 16 മാർപ്പാപ്പ. പോൾ 6 മാർപ്പാപ്പ. നമ്മുടെ ലെന ആൻസർ പറഞ്ഞ് ഞങ്ങൾ കറക്റ്റ് ആണോ ചെക്കും ചെയ്തിട്ടുള്ള ഓഡിയൻസ് കൈ അടിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കിയാലോ? നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, പോൾ 6 മാർപ്പാപ്പ. അപ്പോ ഈ റൗണ്ടിൽ പക്ഷെ ഇപ്പൊ സമ്മാനം തരാൻ പറ്റില്ല. എന്തുകൊണ്ടാ? 2 ചോദ്യമുണ്ട്. 2 ചോദ്യമുണ്ട്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയത് എന്ന്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയത് എന്ന്. 1992. 1992. 1992 എന്നാണ് ലെന പറഞ്ഞിരിക്കുന്നത്. ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, 1992. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലും 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ചോദ്യവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്, സമ്മാനം നേടിയിട്ടുണ്ട്. ആ സമ്മാനവും ദേ മേടിച്ചോളൂ. ക്രിസ്മസ് ദിനങ്ങളുടെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ അടുത്തതായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു അടിപൊളി ഡാൻസുമായി എത്താൻ പോകുന്നത് ഇരുമ്പകച്ചോലയിലെ കുഞ്ഞി മാലാഖമാരാണ്. അവരെ ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. മങ്ങി
ഒരു ക്രിസ്മസ് ഫീലൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് അതേപോലെ അതേ ഹാപ്പിനെസ് അവിടെ വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. നമ്മുടെ 4ാമത്തെ റൗണ്ടായ അഡ്ജൻഡസ് റൗണ്ടാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെന്റ് തോമസ് മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. 2ൽ നിന്നും ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ എടുക്കാം. മിഷൻ ആണ് ലെന ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: പാലക്കാട് രൂപത ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ പ്രദേശം. ഓപ്ഷൻ: പഞ്ചാബ് മിഷൻ, ഒറീസ മിഷൻ, ആദിലാബാദ് മിഷൻ, സത്ന മിഷൻ. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പഞ്ചാബ് മിഷൻ. ലെന ചിരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് മിഷൻ എന്നാണ്. ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട്, പക്ഷെ കൈയടിക്കാൻ വരട്ടെ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, പഞ്ചാബ് മിഷൻ. നിങ്ങൾ കൈയടിച്ചത് വെറുതെ ആയില്ല. പക്ഷേ ഈ റൗണ്ടിലെ സമ്മാനം വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: മാർത്തോമാ സ്ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനായി പോൾ 6-ാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് എന്ന്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ചൊക്കെ ചിന്തിച്ച് വേണം ഉത്തരം പറയാൻ. മാർച്ച് 25, 1972, 1972 മാർച്ച് 25. മാർച്ച് 25, 1972 അതല്ലേ പറഞ്ഞ ആൻസർ? അതെ, ഉറപ്പല്ലേ? ഉറപ്പാണ്. ഉറപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. 1972 കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെ 4ാമത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞ് സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം ഞങ്ങളുടെ ഈ തരയാണ്. അങ്ങനെ നിങ്ങൾ വീണ്ടും ആഗ്രഹിച്ചിരുന്ന, ഏറെ നേരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ചോദ്യം വീണ്ടും വരികയാണ്. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്: വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ നാമത്തിലുള്ള രൂപതയിലെ ആദ്യത്തെ പ്രാർത്ഥനാലയം വെഞ്ചരിച്ചത് എന്ന്. ചേച്ചിയാണ് കൈ പൊക്കിയിരിക്കുന്നത്, മുന്നോട്ട് വരാം. 2010 ഓഗസ്റ്റ് 8. ആൻസർ കറക്റ്റ് ആണ്, 2010 ഓഗസ്റ്റ് 8. ആ സമ്മാനം കൊടുത്തേക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ ലെനയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ലെനയ്ക്ക് ബാക്കിയുള്ളത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ചോദ്യം നോക്കാം. ഇരുമ്പകച്ചോല സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സ്ഥാപിതമായത് എന്ന്. 1974 ഏപ്രിൽ 6. ലെന ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സംശയമുണ്ടോ? ഇല്ല, പുതിയ പള്ളി അല്ലല്ലോ ചോദിച്ചത്. ഐ മീൻ സ്ഥാപിതമായത് കറക്റ്റാ. കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആണെന്ന് ലെന പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കത് ചെക്ക് ചെയ്യണം. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്യാം. 1974 ഏപ്രിൽ 6 ആൻസർ കറക്റ്റ് ആണ്. അപ്പോ 7 ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം പറഞ്ഞ് മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആ നേടിയിരിക്കുന്ന സമ്മാനങ്ങളുമായിട്ടാണ് ലെന പോകുന്നത്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? പപ്പയും അമ്മയും ചേച്ചി. അപ്പം നമ്മുടെ പപ്പേനെയും അമ്മേനെയും ചേച്ചീനെയും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെന, സമ്മാനങ്ങളായിട്ട് താഴേക്ക് പോരെ. ഇരുമ്പകച്ചോല വികാരി തോമസ് പറമ്പിലച്ഛന് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് 2ാമത്തെ പാർട്ടിസിപ്പന്റും പോയിരിക്കുന്നത് വെറും കൈയോടെയല്ല, മെമന്റോയും കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ്. ഇനിയും 2 പാർട്ടിസിപ്പന്റ്സ് കൂടെ മത്സരിക്കാനുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.
കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോനെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഭൂമിയിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിത്തുകൾ പാകി ഭൂജാതനായ ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമൻ. ദിസ് ഇസ് ലിഖിത. ദിസ് ഈസ് തങ്കമണി സൈനിങ് ഔട്ട്. താങ്ക് യു. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. Santo Mission Christian.